സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഓരോരുത്തരും അവരവരുടെ ഫിറ്റിൽ നിന്നിട്ടില്ലെങ്കിൽ അതല്ലാത്ത അവസ്ഥകൾ അവരിൽ പ്രവേശിച്ച് അവരെ ഉന്മൂലനം ചെയ്യും. അത് നമ്മൾ മൃഗങ്ങളുടെ കാര്യത്തിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. പക്ഷെ മനുഷ്യൻ്റെ കാര്യത്തിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഫിറ്റല്ലാതെ നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന അവസ്ഥ, നമ്മൾ എന്തിനാണോ കൊണ്ടുപോയി കൊടുക്കുന്നത്, അത് മെയിനായിട്ട് മതം, ജാതി, ഗുരു, അല്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ കേമന്മാർ, ഇങ്ങനെ കുറച്ച് ആൾക്കാരെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ കാര്യങ്ങൾ നോക്കട്ടെ. അത് നമുക്ക് ഭയങ്കര ഒരു സുഖമാക്കാം. കാരണം മടിയന്മാരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സുഖമുള്ള കാര്യമാണ് മറ്റുള്ളവർ നമ്മുടെ കാര്യങ്ങൾ, അവർ നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന്. പക്ഷേ ഓരോരുത്തരും നശിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഒരാളും തിരിച്ചറിയാൻ പോണില്ല. കാരണം ഇവിടെ ശ്രദ്ധയില്ലല്ല. അതുകൊണ്ട് ആ ഫിറ്റായിട്ടിരിക്കുന്ന അവസ്ഥ നമ്മളിലില്ലെങ്കിൽ അവരെ മറ്റുള്ളവർ മുതലെടുത്തുകൊണ്ടിരിക്കും. അത് ആത്മീയ രീതിയിൽ മുതലെടുക്കും, ഭൗതിക രീതിയിൽ മുതലെടുക്കും, പല രീതിയിലും അവർ മുതലെടുത്തുകൊണ്ടിരിക്കും. അതിനെ ചോദ്യം ചെയ്യാൻ പോയിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്താണ്, ഈ മുതലെടുക്കണവനും ഇതറിയണില്ല, ഈ മുതലാക്കാൻ നിന്ന് കൊടുക്കണവനും ഇവരറിയണില്ല. കാരണം അവനവൻ്റെ ക്വാളിറ്റിയിലല്ലേ അത് അറിയുള്ളൂ. അപ്പം നമ്മൾ ആ ഭാഗത്തെ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മളിലൊരവസരം കിട്ടിയതാണ്. അതുകൊണ്ട് ആ മുതലെടുക്കാനും മുതലെടുക്കുന്നവനായിട്ടും മാറാതെ ഇരുന്ന് നമ്മുടെ ജീവിതം ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. വേറൊന്നും ചെയ്യാനില്ല.